എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വരെ മാത്രമാണ് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീസ് അടക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നാളെ വൈകുന്നേരത്തിനകം വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷയുടെ 3 സ്റ്റെപ്പുകളായിട്ടുള്ള ആദ്യത്തേത് ബേസിക് ഡീറ്റെയിൽസ് രജിസ്ട്രേഷനും പിന്നീട് ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം പിന്നീട് ബാക്കിയുള്ള സ്റ്റെപ്പുകളായിട്ടുള്ള നിങ്ങളുടെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പുകളുമാണ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് നാളെ. അപ്പോൾ ഇതുവരെ ഈ ഒരു അപേക്ഷകൾ നൽകാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തിനകം വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുകയും അതുപോലെ തന്നെ ഈ ഒരു 17-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷമാണ് ആ ഒരു ബാക്കിയുള്ള കംപ്ലീഷൻ ചെയ്യാനുള്ള ആ ഒരു ബാക്കി ഭാഗമുള്ളത്. അപ്പോൾ ഈ ഒരു 17-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരത്തിനകം നിങ്ങളുടെ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ജനറൽ കാൻഡിഡേറ്റ്സിന് 800 രൂപയും SC/ST വിദ്യാർത്ഥികൾക്ക് 400 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തിനകം നിങ്ങളുടെ അപേക്ഷകൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റും നൽകുന്ന വിവരങ്ങളും തെറ്റിയിട്ടില്ല എന്നുള്ളതും അതുപോലെ NRI കോട്ടയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആ NRI ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം പിന്നീട് അപ്ലോഡ് ചെയ്ത് നൽകാനുള്ള ഒരു അതായത് അവസരം നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ആ ഒരു കാര്യം പറയുന്നത്. എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം അതൊക്കെ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രജിസ്ട്രേഷൻ ID. അതായത് രജിസ്ട്രേഷൻ ID എവിടെ കിട്ടും എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടിയും അതുപോലെ തന്നെ എങ്ങനെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ ചലാൻ എന്നിവ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ഇവിടെ മുകളിലായിട്ട് തന്നെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID, ചലാൻ നമ്പർ എന്നിവ റിക്കവർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ LBSൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നൽകേണ്ടായിരുന്ന മൊബൈൽ നമ്പറും അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിരുന്ന ഇമെയിൽ IDയും നൽകുക. അതിനുശേഷം റിക്കവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് നിങ്ങൾക്ക് യുവർ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ രജിസ്ട്രേഷൻ ID, ചലാൻ നമ്പർ എന്നിവ താഴെ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാനിവിടെ ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇൻവാലിഡ് ഇമെയിൽ ID, DOB, മൊബൈൽ നമ്പർ എന്നിങ്ങനെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ രജിസ്ട്രേഷൻ IDയും ആപ്ലിക്കേഷൻ നമ്പറും ചലാൻ നമ്പറും റിക്കവർ ചെയ്ത് എടുക്കാൻ സാധിക്കും. പല വിദ്യാർത്ഥികളും ഈ രജിസ്ട്രേഷൻ ID എവിടെ കിട്ടുമെന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ IDയും പാസ്വേഡും നൽകാനുള്ള ഭാഗം വരും. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ ID നൽകിയ ശേഷം പാസ്വേഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ IDയും ആപ്ലിക്കേഷൻ നമ്പർ നൽകിയ ശേഷം പിന്നീട് രജിസ്ട്രേഷൻ ID കൊടുക്കുക. അതിനുശേഷം ഫോർഗോട്ട് ടു പാസ്വേഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ തന്നെ അതിൽ മറ്റൊരു ഡീറ്റെയിൽസ്, അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്നാണ് തോന്നുന്നത്, അതുകൂടി നൽകിയ ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് റിക്കവർ ചെയ്തായിട്ട് ലഭിക്കുന്നതാണ്. അത് റിക്കവറായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അതായത് ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുകയും അപ്പോൾ ചെക്ക് ചെയ്ത് താഴോട്ടേക്ക് നിങ്ങൾ നീക്കുന്ന സമയത്ത് നിങ്ങളുടെ വെരിഫിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്നാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം 26-ാം തീയതി അതായത് ജൂൺ 26-ാം തീയതി വരെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ജൂൺ 26-ാം തീയതിയാണ് ഈ ഒരു വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു ഡാറ്റ പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുമ്പോൾ യുവർ ഡാറ്റ ആക്സെപ്റ്റഡ് സക്സസ്ഫുള്ളി അല്ല യുവർ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്ന് പറഞ്ഞുകൊണ്ട് പച്ച കളറിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതേസമയം റിജക്റ്റഡ് പ്രൊവിഷണലി, അതായത് യുവർ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊവിഷണലി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് റിജക്റ്റഡ് ആയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. താൽക്കാലികമായിട്ട് റിജക്റ്റ് ചെയ്തു, അതായത് ഈ ഒരു റിജക്റ്റഡ് പ്രൊവിഷണലി എന്നാണ്, അതായത് ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊവിഷണലി എന്നാണ്. അപ്പോൾ താൽക്കാലികമായിട്ട്
റിജക്റ്റ് ചെയ്തു എന്നാണ് കാണുന്നതെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ റിമാർക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്, എന്താണ് എറർ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിൻ്റെ ആ ഒരു സെൻട്രൽ പർപ്പസ് ഡോക്യുമെൻ്റ് ആയിരിക്കാം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തത്. അതുപോലെ നിങ്ങളുടെ ഫോട്ടോയോ അതുപോലെ സിഗ്നേച്ചറോ അങ്ങനെ മറ്റെന്തെങ്കിലും പ്രോബ്ലമോ ആയിരിക്കാം. അപ്പോൾ എന്താണ് പ്രോബ്ലം എന്നുള്ളത് അവിടെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും ഡോക്യുമെൻ്റ് നൽകാൻ വിട്ടുപോയി, അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻറ്റുകൾ ആ ഒരു എഡിറ്റിംഗ് ടൈമിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ രജിസ്ട്രേഷൻ ID, അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ ചലാൻ നമ്പർ എന്നിവ, അതുപോലെ പാസ്വേഡ് എന്നിവ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നാളെയാണ് ഈ ഒരു LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.